ഷഹദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷഹദ്, ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? തീ നിയന്ത്രണ വിധേയമാകുന്നുവെന്ന് ദീപക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഉള്ളിലേക്ക് അവർക്ക് വെള്ളം ചീറ്റാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇപ്പോൾ തീ പിടിച്ചിട്ടുള്ളത്. അതായത് ആദ്യം ഒരു ഭാഗത്ത് പിടിക്കുന്നു, പിന്നെ അത് പല ഭാഗങ്ങളിലേക്കായിട്ട് പടരുന്ന സാഹചര്യമാണ്. അതായത് നിലവിൽ ദീപക് ധർമ്മടം നിൽക്കുന്ന ഭാഗത്ത് തീ ഭാഗികമായി, അതായത് താൽക്കാലികമായിട്ട് അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് എൻ്റെ ക്യാമറമാൻ മുനീഫ് തിരൂരാണ്. മുനീഫിൻ്റെ ക്യാമറയിൽ വരുന്ന ദൃശ്യങ്ങൾ തീ ആളി കത്തുന്നതാണ്. അതായത് തീ അണച്ചു എന്ന് നമുക്ക് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു ഘട്ടത്തിലും പറയാൻ സാധിക്കില്ല. അത്രയും അധികം തീ ആളി കത്തുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഈ തീപിടുത്തത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത്, അതായത് ഈ തീപിടുത്തം ഉണ്ടായത് അത്രയും ഉള്ളിലാണ്, പിന്നീട് അത് പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കെട്ടിടത്തിനകത്തെ തീ ഇപ്പോഴും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. പുറത്തുള്ള തീ മാത്രമാണ് നിലവിൽ അണയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് പുറത്തേക്ക് വ്യാപിച്ചിട്ടുള്ള തീ മാത്രമാണ് നിലവിൽ അണയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്റെ ദൃശ്യം ഏത് ഭാഗത്താണ് ഷഹദ് നിൽക്കുന്നത്? കാര്യം ദീപക് നിൽക്കുന്നതിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആയ സ്ഥലത്താണോ ഷഹദ് നിൽക്കുന്നത്? അതായത് ദീപക് ധർമ്മടം നിൽക്കുന്നത് മിൽമ ബൂത്തിന്റെ, അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഷോപ്പ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് 5 നില, അതായത് പുതിയ ബസ് സ്റ്റാൻഡിന്റെ തന്നെ 5 നില കെട്ടിടം പ്രവർത്തിക്കുന്ന കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഷഹദ്, ഒരു നിമിഷം, ഇപ്പോൾ അടുത്ത കെട്ടിടത്തിന്റെ അവിടെയും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, അവിടുത്തെ സ്ഥിതി നിയന്ത്രണ വിധേയമാണോ? എന്താണ് വിവരങ്ങൾ? നമ്മൾ ഈ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഒരു 10 നില കെട്ടിടത്തിന്റെ മുകളിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ കെട്ടിടത്തിന്റെ ഇടതുഭാഗത്ത്, അതായത് ദീപക് ധർമ്മടം ഉള്ളത് ഈ കെട്ടിടത്തിന്റെ ഇടതുഭാഗത്താണ്. ആ ഭാഗത്ത് ഏതാണ്ട് തീ ഭാഗികമായി തന്നെ അടയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ വലതു ഭാഗത്താണ് ഷഹദ് റഹ്മാൻ ഉള്ളത്. ആ ഭാഗത്താണ് ഇപ്പോഴും തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്. അകത്തു നിന്നും വലിയ രീതിയിൽ തീ പുറത്തേക്ക് ആളി കത്തുന്നു എന്നാണ് ഇവിടെ നിന്നും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. രാജേഷ് വെള്ളരിക്കുണ്ടാണ് നമ്മുടെ ഈ ക്യാമറയിൽ നിന്നും ദൃശ്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നത്. ഈ ക്യാമറയിൽ നിന്നും ഇവിടെ നിന്നും നമ്മൾ നോക്കുമ്പോൾ കെട്ടിടത്തിന്റെ വലതുഭാഗത്ത്, അതായത് 5 നില കെട്ടിടം സമീപത്തുണ്ട്. ആ കെട്ടിടത്തോട് ചേർന്ന വലതുഭാഗത്താണ് ഇപ്പോഴും വലിയ രീതിയിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആദ്യ ഭാഗത്തെ തീ അണയ്ക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും വലിയ രീതിയിൽ പുറത്തേക്ക് ആളുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ ഒരു സംഘം സമീപത്തുള്ള 5 നില കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിൽ നിന്നും കൂടി ഈ കെട്ടിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 5 നില കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുമായി അതിൻ്റെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കയറാൻ ശ്രമിക്കുമ്പോഴും വലിയ രീതിയിൽ തീ പുറത്തേക്ക് കത്തുന്നു. അതുകൊണ്ട് ഇപ്പോഴും അവർ ആ ഏണിപ്പടികളിൽ നിന്നുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ ഒരു സ്ഥിതി മനസ്സിലാക്കുകയാണെങ്കിൽ 3 ഭാഗം തുറന്ന ഭാഗമാണ്, ഒരു ഭാഗം മാത്രമാണ് 5 നില കെട്ടിടം ഉപയോഗിച്ചുകൊണ്ട് അടഞ്ഞ ഭാഗമുള്ളത്. അതുകൊണ്ട് 3 ഭാഗം. ഒരു നിമിഷം, ദീപക് ധർമ്മടത്തിന് എന്തോ പുതിയതായി ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ദീപക്, പറയൂ. സിലിണ്ടറുമായി ഫയർഫോഴ്സ് സംഘം ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം നടക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടം നിൽക്കുന്ന സൈഡിൽ മാത്രമാണ് തീ നിയന്ത്രണ വിധേയമായത്. എന്നാൽ രാഹുൽ സുരേഷും ഷഹദ് റഹ്മാനും ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ തീ നിയന്ത്രണ വിധേയം ആയിട്ടില്ല. ഉള്ളിൽ തീ ആടിപ്പടരുന്ന പ്രജിൻസി കണ്ണൻ, ഇപ്പോൾ നമുക്ക് കോഴിക്കോട് നിന്ന് ലഭിക്കുന്ന വിവരം വളരെ ആശ്വാസകരമാണെങ്കിൽ പോലും തീയെ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത്ര കൂടുതൽ തീ കത്തി പടർന്നു പോയി കഴിഞ്ഞു. മാത്രമല്ല, നഗരത്തെ മൂടി കനത്ത പുക കൂടി പടരുകയാണെന്ന വാർത്ത കൂടി വരികയാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഇതിൽ ആശ്വാസമുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് അടുത്ത ഘട്ടത്തിലേക്ക് ഈ ഓപ്പറേഷൻ നീങ്ങിയിട്ടുണ്ട്. കാരണം ഇത്രയും സമയം പുറത്തു നിന്നും വെള്ളം ചീറ്റിച്ച് ഈ തീ അണക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ ഇപ്പോൾ അതല്ല, ഡയറക്റ്റായിട്ട് നേരിട്ട് ഈ കെട്ടിടത്തിനകത്തേക്ക് വെള്ളം ചീറ്റിക്കാനുള്ള ഒരു നടപടികളിലേക്ക് നമ്മുടെ ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട്. വളരെ റിസ്കി ആയിട്ടുള്ള സാഹസികമായ ഓപ്പറേഷനാണെന്ന് പറയാം. നേരത്തെ അല്പസമയം മുൻപ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ ഫയർ സേഫ്റ്റി കമാൻഡോസിൽ ഒരാൾക്ക് ചെറിയ ശ്വാസതടസ്സം ഉണ്ടായിട്ടുണ്ട്. തിരികെ എത്തി അദ്ദേഹത്തെ വെള്ളമൊക്കെ കൊടുത്തുനിന്ന് റിലാക്സ് ആക്കുന്നത് നമ്മൾ കണ്ടത്. അതായത് അത്രമാത്രം സാഹസികമായിട്ടാണ്. കാരണം ഇതിനകത്തുള്ള പുക അത് വിഷപ്പുകയാണോ ഏത് രീതിയിലുള്ള പുകയാണോ എന്നും പറയാൻ കഴിയില്ല. കാരണം പല രീതിയിലുള്ള തുണിത്തരങ്ങളുണ്ട്. ഈ തുണി കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക അത് കറുത്ത നിറത്തിലുള്ള കട്ടപ്പുകയാണ്. അപ്പോൾ അതിൽ വിഷാംശമുണ്ടോ എന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മാത്രമേ
വീണ്ടും തീ ആളിക്കത്തുന്നു എന്ന രീതിയിൽ ദീപക് തർമ്മടത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ദീപക് തർമ്മടം, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ അവിടെ? SK ഇതാ വീണ്ടും തീ ആളിക്കത്തുന്നു. ഇതാ ദൃശ്യങ്ങളിൽ നമ്മുടെ ക്യാമറാമാൻ ഷിജു ചവറ ദൃശ്യങ്ങൾ തത്സമയം നൽകും. ഇതാ ഫയർ സേഫ്റ്റി കമാൻഡോസ് മുകളിലേക്ക് കയറി വെള്ളം ഉള്ളിലേക്ക് ചീറ്റാൻ നോക്കുകയാണ്. ആ കെട്ടിടത്തിൻ്റെ, അതായത് നേരത്തെ തീ അണച്ച ആ കെട്ടിടത്തിൻ്റെ വലത്തെ അറ്റത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എസ്കലേറ്ററിലൂടെ അതിസാഹസികമായി ഓക്സിജൻ സിലിണ്ടറുമായി ഈ ഫയർ സേഫ്റ്റി കമാൻഡോസ് മുകളിലേക്ക് കയറുന്നു. അതിനും മുകളിലായി ഇതാ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് SKN. അതായത് തീ കെടുത്തുന്നതിനിടയിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ആളിക്കത്തുന്ന കാഴ്ച. അതായത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, നിയന്ത്രണ വിധേയമായ തീ വീണ്ടും ഒരു ഭാഗത്ത് ആളിക്കത്തുന്നതാണ്. തീ നിയന്ത്രണ വിധേയമായി എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല SKN. കാരണം ഇതാ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാ ഈ ഫയർ സേഫ്റ്റി കമാൻഡോസ് മുകളിലേക്ക് കയറിപ്പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനു മുകളിൽ വലിയ രീതിയിൽ തീ ഗോളങ്ങളായി തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് SKN. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.